നമസ്കാരം. ഈ കയ്യിലിരിക്കണ എന്ത് മെഷീനാണത്? ഇത് വടക്ക് നോക്കി യന്ത്രം. വടക്ക് നോക്കി യന്ത്രം, അതാ കമ്പാസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് നിലവിൽ? ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് ദിശ നമ്മളെ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു ഭൂമി ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഇത് കിഴക്ക് ഇത് പടിഞ്ഞാറ് ഇങ്ങനെ പറയുന്ന പോലെയല്ല, കൃത്യം ഡിഗ്രി അനുസരിച്ച് കൃത്യം അതിൻ്റെ ഓരോ പോയിന്റും കണ്ടുപിടിക്കാൻ പറ്റും. കൃത്യമായിട്ട് അത് എത്ര ഡിഗ്രി ചെരുവിലാണ് ഒരു ഭൂമി കിടക്കുന്നത്, ആ ഭൂമിയുടെ തെക്കും പടിഞ്ഞാറും ഉള്ള ആ ചെരുവ്, അതിൻ്റെ എലിവേഷൻ, ഇതെല്ലാം കണ്ടുപിടിക്കാൻ കറക്റ്റായിട്ട്. അതുപോലെ മരുഭൂമിയിൽ കടലിലൊക്കെ പോകുന്നവർ ഉപയോഗിച്ച് ദിശ കണ്ടുപിടിക്കണ ഇതാണല്ലേ. അല്ലാതെ അവിടെ മാർഗ്ഗമില്ല. മരുഭൂമിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സൂര്യനെ മാത്രം നോക്കിയാണ് ഈ സഞ്ചാരികൾ ദിശ കണ്ടുപിടിക്കണം. കടലിൽ പോകുന്ന കപ്പൽ ഓടിക്കുന്ന കപ്പിത്താന്മാരും അങ്ങനെയുള്ളവരും വടക്ക് നോക്കി വെച്ചിട്ടാണ് ദിശ കണ്ടുപിടിച്ച് പോകുന്നത്. അപ്പോൾ അതിൽ ഇത്ര ഡിഗ്രി അക്ഷാംശം, ഇത്ര ഡിഗ്രി രേഖാംശം എന്നുള്ള രീതിയിൽ പോയാൽ മാത്രമേ നമ്മൾ എത്തുന്ന ഡെസ്റ്റിനേഷനിൽ ചെല്ലാൻ പറ്റുള്ളൂ അല്ലേ. ഇതിൻ്റെ ചെറിയ വേർഷനുണ്ട്, ചെറിയ നമുക്ക് വാച്ച് പോലെ ഇരിക്കുന്ന കമ്പാസും കിട്ടാനുണ്ട്. അതിൽ ഇത്രയും കൃത്യമായിട്ട് കാര്യങ്ങൾ കിട്ടില്ല. ഇത് ഡിഫൻസ് ഉപയോഗിക്കുന്ന സാധനം, ഡിഫൻസ് ഉപയോഗിക്കുന്നതാണല്ലേ. ഇതൊന്ന് ശരിക്കും വിവരിക്കാമോ ഇതിൻ്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? അതായത് നമുക്കിപ്പോൾ ഇതിൻ്റെ ഈ ഡയലിൽ കാണുന്ന ഈ പച്ച ആരോ മാർക്ക്, അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ട്രയാങ്കിൾ പോലെ വരച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടെ ഈ റെഡ് മാർക്കിൻ്റെ അടുത്ത് 360 ഡിഗ്രിയിൽ കറക്റ്റ് ചെയ്യുക. അത് നോർത്താണ്. അതിൻ്റെ നേരെ അപ്പോൾ 180 ഡിഗ്രി സൗത്ത്. അപ്പോൾ നമുക്ക് 90 ഡിഗ്രി ഈസ്റ്റ് കിട്ടുന്നു. ഇതിൻ്റെ നേരെ ഇപ്പോൾ 90 ഡിഗ്രി 270 ഡിഗ്രി പടിഞ്ഞാറ്. അങ്ങനെയാണ്. ഈ 90 ഡിഗ്രി ഈസ്റ്റിൽ സൂര്യൻ ഉദിക്കുന്നത് വർഷത്തിലാകെ ഒരു ദിവസം, അതാണ് 10-ാം ഉദയം എന്ന് പറയുന്നത്. 90 ഡിഗ്രി, അതായത് കറക്റ്റ് സൂര്യൻ കിഴക്കുദിക്കുന്ന ആ ദിവസമാണ് 10-ാം ഉദയം. ബാക്കി ദിവസങ്ങളിൽ ഉത്തരായണം എന്ന് പറയുമ്പോൾ വടക്കോട്ടും ദക്ഷിണായനം എന്ന് പറയുമ്പോൾ തെക്കോട്ടും മാറിയ സൂര്യൻ നിൽക്കുകയുള്ളൂ. അതാണ് അതിനെ കണ്ടുപിടിക്കാനും. അത് ഇതിനകത്ത് വേറെ സംവിധാനമുണ്ട്, ലെൻസിൻ്റെ സംവിധാനമുണ്ട്. ഈ ലെൻസിനകത്തോടെ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രിയിലാണ് നമ്മുടെ ഒരു സ്ഥലം കിടക്കുന്നത് അങ്ങനെ അറിയാൻ പറ്റും. നമ്മൾ വീടിന് സ്ഥാനം കാണുമ്പോൾ, വീടുകൾക്കും മറ്റൊരു സ്ഥാനം കാണുമ്പോൾ അതിൻ്റെ കറക്റ്റ് കോണുകളും ഡിഗ്രിയും തിരിച്ചെടുക്കാനായിട്ട് ഈ സാധനം വളരെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലേ. ഇതിപ്പം അല്ലാതെ നമ്മൾ ഏകദേശം വെച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമാവണമെന്നില്ല. കാലാകാലങ്ങളായിട്ട് ഈ സാധനം നമ്മൾ ഉപയോഗിച്ച് വരുന്നതാണ്. പണ്ട് ഉപയോഗിച്ചിരുന്ന ഇത് വേറെയായിരുന്നു. അതൊക്കെ മാറി വന്നു. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഇത് വന്ന ലേറ്റസ്റ്റ് സാധനമാണ്. പണ്ടതൊക്കെ ഇച്ചിരി വട്ടം കൂടിയതായിരുന്നു, 6 ഇഞ്ചൊക്കെ വട്ടം വരും. അപ്പോൾ കൊണ്ടു കിടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇത് നമുക്ക് ചെറിയൊരു ബാഗിലിട്ട് നമുക്ക് പോക്കറ്റിലിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ഒരു ഏകദേശം ഒരു 10 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സ്ഥലത്തിൻ്റെ വരെ ഡിഗ്രി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. എത്ര ഡിഗ്രിയിലാണ് നമ്മുടെ ഈ സ്ഥലം കിടക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. റോഡ് പോകുന്നത് എങ്ങനെയാണ്, നമ്മുടെ റോഡുകൾ പോകുന്നത് കിഴക്കാണോ പടിഞ്ഞാറാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും.